പൂജയ്ക്കറിയാലോ, ഞാനൊരു സാധാരണക്കാരനാണ്, ഒരു കർഷകൻ. തുടങ്ങി പറയും. പൂജ ഒരു വലിയ വീട്ടിലെ കുട്ടിയാണ്. പൂജ ഒരു വലിയ വീട്ടിലെ കുട്ടിയാണ്. ഒരുപാട് ഉയരങ്ങൾക്ക് എത്തേണ്ട ആളാണ്. ഇനിയും ഒരുപാട് ഉയരങ്ങളിലെത്തേണ്ട ആളാണ്. നമ്മൾ തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. നമ്മൾ തമ്മിൽ കുറേ കാര്യങ്ങളിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. പക്ഷേ അതൊന്നും എനിക്ക് പ്രശ്നമല്ല. നിങ്ങൾ തമ്മിൽ എന്താ പ്രേമ? എനിക്കിഷ്ടാ. ആ കുട്ടിക്കോ? കാണാൻ എങ്ങനെയാ? സുന്ദരിയ? ഞാൻ കണ്ടിട്ടില്ല. കണ്ടിട്ടില്ലേ? കാണാതെയാണ് ഒരു പെൺകുട്ടിയെ പ്രേമിക്കണേ? എന്നെ കണ്ടിട്ടുണ്ട്. ഞാൻ ഇന്നാ പെണ്ണാണാൻ പോകുന്നേ. അല്ല, ആ കുട്ടിയെ കാണാൻ പോകുന്നേ. കാണുമ്പോ ഇനി സുന്ദരി അല്ലെങ്കിലോ? എന്നാലും എനിക്കിഷ്ടം. ഒട്ടും ഭംഗിയില്ലെങ്കിലും ഇഷ്ടാവും. ഇഷ്ടം മനസ്സിനകത്തുണ്ടായതല്ലേ, അത് ഒരു കാഴ്ച കൊണ്ട് എങ്ങനെ ഇല്ലണ്ടാവുക? ടു ബി വെരി ഫ്രാങ്ക്, ഒരു എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റിന് പറ്റിയ ജോലിയാണിതെന്ന് എനിക്ക് തോന്നണില്ല. ജോലി ഉണ്ടാവുക എന്നുള്ളതല്ലേ പ്രധാനം. അതെന്തായാലും എന്താ, ചെയ്യുന്ന ജോലിക്ക് ഒരു റെസ്പെക്ട് ഒക്കെ കിട്ടണ്ടേ? എനിക്ക് റെസ്പെക്ട് ഒന്നും വേണ്ട, കറക്റ്റായി ശമ്പളം കിട്ടിയാ മതി. പണമാണോ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം? ഞാൻ കുറെ ലോകം കണ്ടിട്ടുള്ളവനാ. അനുവിനേക്കാൾ കുറച്ചോണം കൂടുതൽ ഉണ്ടിട്ടുണ്ട്. പക്ഷെ ഒരു കുടുംബം നടത്തിക്കൊണ്ടു പോകുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാ വിനോദ് കുഴയും. എന്നെ അങ്ങനെ മണ്ടനാക്കല്ലേ. ചോദിക്കൂ, പറയാം. 1 കിലോ അരിക്കെന്താ വില? 1 കിലോ അരിക്കെന്താ വില? അരിക്കിപ്പോ പോട്ടെ, വെളിച്ചെണ്ണയ്ക്ക് 100 വെളിച്ചെണ്ണയ്ക്ക് എന്ത് കൊടുക്കണം? വെളിച്ചെണ്ണ എണ്ണീട്ടാണോ കൊടുക്കുന്നത്? 100 ഗ്രാം. 100 ഗ്രാം അറിയില്ല. ഉള്ളി, മുളക്, ഉപ്പ്. നമ്മളെപ്പോഴും കേൾക്കാറുള്ളതല്ലേ, കറണ്ട് ചാർജ് വർദ്ധിക്കുന്നു, കുറച്ചില്ലെങ്കിൽ സമരമെന്നൊക്കെ. 1 യൂണിറ്റ് കറണ്ടിന് ഇപ്പൊ എത്രയാ ചാർജ് ചെയ്യുന്നത്? അപ്പൊ സ്വന്തം വീട്ടിൽ എന്നും ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ വില നിങ്ങളോട് പോകാനാ പറഞ്ഞത്. കെട്ടുമുട്ടായിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയിരിക്കാൻ മനുഷ്യനെ നാണം കെടുത്താൻ. നിങ്ങളെയൊക്കെ ഒന്ന് കാണാനുള്ള കൊതി കൊണ്ടല്ലടി മോളെ അമ്മായി വന്നത്. ഓ പിന്നെ ഒരാളുടെ ശല്യം വേണമെന്ന് കരുതി ഇങ്ങോട്ട് പോന്നത്. ഇവിടെ സ്വൈരം തരില്ലെന്ന് വെച്ചാ? ഇവിടെ താമസിക്കുന്നവരെ അന്തസ്സുള്ളവരാ. ഈ കോലത്തിലുള്ള നിങ്ങൾ